നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇപ്പൊ എന്താ പ്രശ്നം? അനിയത്തെ കാണാതായോ? ആ, അവൾ ഈ സമയമായിട്ടും കാണാത്തതുകൊണ്ട്. ചേച്ചി, ഞാനിവിടെ അമ്മയുടെ അടുത്തുണ്ട്. അമ്മേ, ഇവളിതെങ്ങനെയാ അവിടെ എത്തിയേ? അവളിങ്ങനെ കറങ്ങി കറങ്ങി ഇവിടെ എത്തി. ഞങ്ങള് രണ്ടുപേരും സംസാരിച്ചിരിക്കുകയായിരുന്നു. അല്ല, ശ്രുതിമോളെ ഇന്ന് അങ്ങോട്ട് അയക്കണോ? വേണം. അവളെങ്ങനെയാ അവിടെ തങ്ങുന്നേ? ഇവിടെ തങ്ങുന്നത് കൊണ്ട് എന്താ കുഴപ്പം? ആ, ഞാൻ അമ്മയുടെ അടുത്ത് അധികം ഇരിക്കുന്നത് പിടിക്കുന്നില്ല അല്ലേ? അമ്മേ, അവളോട് നിങ്ങൾ വരാൻ പറ. ശരി, ഇവളെ ഇപ്പൊ തന്നെ വിട്ടേക്കാം മോളെ. വരുമ്പോ വിശേഷങ്ങളൊക്കെ മോള് തന്നെ ചോദിച്ചാ മതി. വേഗം വരാൻ പറ അവളോട്. തനിച്ച് ഇത്രയും ദൂരം പോരണ്ടേ? അതിനെക്കുറിച്ച് ഓർത്ത് മോള് പേടിക്കണ്ട. നല്ല സെക്യൂരിറ്റിയോട് കൂടിയേ ഇവളെ നമ്മൾ അയക്കൂ. അല്ലെങ്കിൽ തന്നെ ഇവൾക്കങ്ങനെ സെക്യൂരിറ്റിയുടെ ഒന്നും ആവശ്യമില്ല. നല്ല തന്റേടുള്ള കുട്ടിയാ. എന്നാ ശരി അമ്മേ. ശരി. മോൾക്ക് ശരിക്കും ഒരു സർപ്രൈസ് ആയി. എന്നാ പിന്നെ മോൾ ഇറങ്ങാൻ നോക്ക്. ഞാൻ ജീവനോട് പറയാം മോളെ കൊണ്ടുവിടാൻ. അയ്യോ വേണ്ട ആന്റി, അല്ലെങ്കിൽ വേണ്ട, ഞാൻ ജീവൻ ചേട്ടൻ്റെ കൂടെ പൊക്കോളാം. അതാവുമ്പോ കുറച്ചും കൂടി സംസാരിക്കാലോ. ആരെ കണ്ടാലും സൽക്കാരം അമ്മയ്ക്ക്. വന്ന് കയറിയവള് പോവാനിറങ്ങിയ പിന്നെ പിടിച്ചിരുത്തുന്നതിനാ. അയ്യാ, നിത്യ മാഡത്തോടെ സിസ്റ്റർ താനേ. അപ്പൊ അവര് നമ്മളെ ഫാമിലി താ സാർ. എടാ, അവള് നിത്യ പോലൊന്നുമല്ല, വേറൊരു ടൈപ്പാ. എന്നാ സാർ, ഇത്രയും കാലം നിത്യ മാഡം ശരിയല്ലെന്ന് ചൊല്ലിയിട്ടുണ്ട്. ഇപ്പൊ അതെല്ലാം മാറി അന്ത ചിന്ന പൊണ്ണ്. അതെന്നാ പാവം പൊണ്ണിയാച്ചു സാറ്. എടാ, അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവളുടെ ഒരു ഇൻവെസ്റ്റിഗേഷനും ആവശ്യമില്ലാത്ത ഓരോ ചോദ്യങ്ങളും. എന്നാ ഇൻവെസ്റ്റിഗേഷനാ? അന്ത പൊണ്ണ് എന്നാ പോലീസാ സാർ? എന്റെ ശരവണ, എന്തെങ്കിലും ഒന്ന് പറയാന്ന് വെച്ചാ നിന്നെ പോലൊരു മരക്കഴുതിയാണല്ലോടാ എന്റെ കൂടെ ഉള്ളത്. മോനെ, നേരെ ഒരുപാട് വൈകി. തനിച്ചു പൊയ്ക്കോളാന്ന് ശ്രുതി പറയുന്നുണ്ട്. പക്ഷേ അത് ശരിയല്ലല്ലോ. നീ കൊണ്ടുപോയി വിട്ടിട്ട് വാ. ശരവണം കൊണ്ടുവിടാമേ. അതെന്ത് മര്യാദകേടാടാ. എടാ, നിന്റെ അനുജത്തെ ഭദ്രമായിട്ട് വീട്ടിൽ കൊണ്ടുവിടേണ്ടത് നിന്റെ ഉത്തരവാദിത്വമല്ലേ? അതൊന്നും ശരിയാവില്ല. എനിക്ക് അത്യാവശ്യമായിട്ടൊരു കോള് വരാനാണ്. എന്ത് കോള് വന്നാ? വണ്ടി ഒരിടത്ത് നിർത്തിയിട്ട് നീ സംസാരിച്ചോ. മോൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്നെ കൊണ്ടുപോയി വിടാൻ ഏട്ടൻ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഏട്ടൻ വരണ്ട. എന്ത് ബുദ്ധിമുട്ട്? ഇതൊക്കെ അവൻ വെറുതെ പറയുന്നതല്ലേ. അല്ല മോളെ, ഈ സാധാരണ ഭാര്യയുടെ അനുജത്തിയോടും ബന്ധുക്കളോടും ഒക്കെ താനൊരു ഗൗരവക്കാരനാണെന്ന് വരുത്തി തീർക്കാൻ ചിലര് ശ്രമിക്കും. ഇത് അത്രയേ ഉള്ളൂ. എടാ, നീ കൊണ്ടുപോയി വിടുന്നുണ്ടോ ഇല്ലയോ? ഞാൻ പൊക്കോളാം. എന്നാ നീ പോയി കാറിന്റെ ചാവി എടുത്തിട്ട് വാ. ഇവൾക്ക് ഏത് നേരത്താണ്? മോളെ, നിത്യ ഇങ്ങോട്ട് വരുന്നതിന് മുൻപായാലും വന്നു കഴിഞ്ഞതിന് ശേഷമായാലും സ്വന്തം വീട് പോലെ നിനക്ക് എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. അല്ലേ രഘുവേട്ട? ഞാൻ വന്നോളാം. ദേ, ശ്രുതിയെ പോലെ ആരെങ്കിലും ഇവിടെ വന്ന് കയറുന്ന വളരെ നല്ലതാ. വീടിന് മൊത്തത്തിലൊരു അനക്കം വെച്ചിട്ടുണ്ട്. താങ്ക്സ് അങ്കിൾ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.